രാധേ, നമ്മുടെ പാഠം ഗാന്ധിജിയെക്കുറിച്ചും സ്വാതന്ത്ര്യസമരത്തെക്കുറിച്ചുമല്ലേ? അതെ രാജു, ഗാന്ധിജിയെ 1922 മാർച്ച് 18-ന് അഹമ്മദാബാദിലെ കോടതിയിൽ വിചാരണ ചെയ്തുകൊണ്ടാണ് പാഠം തുടങ്ങുന്നത്. ജസ്റ്റിസ് C.N. ബ്രൂംഫീൽഡ് അദ്ദേഹത്തിന് 6 വർഷം തടവ് ശിക്ഷിച്ചു. പക്ഷേ അതിനു മുമ്പ് ഗാന്ധിജി എവിടെയായിരുന്നു? ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. ഏകദേശം 20 വർഷം അവിടെ ചെലവഴിച്ചു. ദാദാ അബ്ദുള്ള ജാവേരി എന്ന കച്ചവടക്കാരന്റെ നിയമസഹായിയായിട്ടാണ് അവിടെ എത്തിയത്. അവിടെ എന്താണ് ചെയ്തത്? വെള്ളക്കാരിൽ നിന്നുള്ള വംശീയ വിവേചനത്തിനെതിരെ അദ്ദേഹം സമരം നയിച്ചു. അവിടെ വെച്ചാണ് അഹിംസയിലധിഷ്ഠിതമായ സത്യഗ്രഹ സമരരീതിക്ക് ഗാന്ധിജി രൂപം നൽകിയത്. ദക്ഷിണാഫ്രിക്കയായിരുന്നു അദ്ദേഹത്തിന് യഥാർത്ഥ സമരത്തിനുള്ള പരിശീലന കളരി. 1915-ൽ അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഉടനെ ഗാന്ധിജി എവിടെയൊക്കെയാണ് സമരം ചെയ്തത്? ആദ്യം അദ്ദേഹം പ്രാദേശിക സമരങ്ങളിലാണ് ശ്രദ്ധിച്ചത്. ചമ്പാരൻ, ബീഹാർ, 1917. നീലം കർഷകരെ യൂറോപ്യൻ തോട്ടമുടമകൾ ചൂഷണം ചെയ്യുന്നതിനെതിരെ ഇടപെട്ടു. കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുകയും ചെയ്തു. അഹമ്മദാബാദ്, ഗുജറാത്ത്, 1918. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിനുവേണ്ടി ഉപവാസം നടത്തി സമരത്തിൽ പങ്കെടുത്തു. ഖേദ, ഗുജറാത്ത്, 1918. പ്രകൃതിക്ഷോഭം കാരണം കൃഷിനാശമുണ്ടായ കർഷകർക്ക് നികുതി ഇളവ് ലഭിക്കുന്നതിനുവേണ്ടി സമരം നടത്തി. ഈ സമരങ്ങളുടെ പ്രാധാന്യമെന്താണ്? ഈ 3 സമരങ്ങളിലൂടെയാണ് ഗാന്ധിജി എന്ന പുതിയ ദേശീയ നേതാവിനെയും അദ്ദേഹത്തിന്റെ അഹിംസയിലധിഷ്ഠിതമായ സത്യഗ്രഹ രീതിയും ഇന്ത്യക്കാർക്ക് പരിചയമായത്. ഒന്നാം ലോകമഹായുദ്ധം ഇന്ത്യയെ എങ്ങനെയാണ് ബാധിച്ചത്? യുദ്ധം ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളുണ്ടാക്കി. ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തി. ധാന്യം കയറ്റുമതി ചെയ്തത് ഭക്ഷ്യക്ഷാമത്തിന് കാരണമായി. ഈ സാഹചര്യത്തിൽ ബ്രിട്ടീഷ് സർക്കാർ എന്ത് നിയമമാണ് കൊണ്ടുവന്നത്? റൗലറ്റ് നിയമം, 1919. ഈ നിയമപ്രകാരം വാറന്റില്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ജയിലിലടയ്ക്കാം. ഗാന്ധിജി ഇതിനെ എങ്ങനെയാണ് എതിർത്തത്? പൗരാവകാശങ്ങളെ തടയുന്ന ഈ നിയമത്തിനെതിരെ ഗാന്ധിജി 1919 ഏപ്രിൽ 6-ന് ഒരു ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഇതിനായി അദ്ദേഹം സത്യഗ്രഹ സഭ രൂപീകരിച്ചു. ജാലിയൻ വാലാബാഗ് സംഭവം എപ്പോഴാണ്? 1919 ഏപ്രിൽ 13-ന്. പഞ്ചാബിലെ നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് നടന്ന പൊതുയോഗത്തിലേക്ക് സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ റെജിനാൾഡ് ഡയർ മുന്നറിയിപ്പില്ലാതെ വെടിവെക്കാൻ ഉത്തരവിട്ടു. എത്ര പേർ മരിച്ചു? സർക്കാർ രേഖയിൽ 379 പേർ കൊല്ലപ്പെട്ടു. 1000-ലധികം പേർക്ക് പരിക്കേറ്റു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ ഹണ്ടർ കമ്മീഷനെ നിയമിച്ചു. എല്ലാവരെയും വധിക്കാൻ ഞാൻ തീരുമാനിച്ചതായിരുന്നു എന്ന് ഡയർ കമ്മീഷനു മുന്നിൽ മൊഴി നൽകി. ഗ്രാമങ്ങളിലേക്ക് സമരം വ്യാപിപ്പിക്കാൻ ഗാന്ധിജി എന്തു ചെയ്തു? ഹിന്ദു-മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിനായി ഖിലാഫത്ത് പ്രശ്നം ഏറ്റെടുത്തു. എന്താണ് ഖിലാഫത്ത്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട തുർക്കിയിലെ ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിന്റെ ആത്മീയ നേതാവുമായി കണക്കാക്കിയിരുന്ന ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി തുടങ്ങിയ പ്രസ്ഥാനമാണ് ഖിലാഫത്ത്. ഇന്ത്യയിൽ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ഇതിന് നേതൃത്വം നൽകി. ഖിലാഫത്ത് പ്രസ്ഥാനവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ചേർന്നു തുടങ്ങിയ സമരമാണ് നിസ്സഹകരണ സമരം, അല്ലേ? അതെ, ഇത് അക്രമരഹിതമായ സമരമായിരുന്നു. അതിന്റെ പ്രധാന രീതികൾ ഇവയാണ്: ബ്രിട്ടീഷ് സർക്കാർ നൽകിയ പദവികൾ തിരിച്ചു നൽകുക, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക. ഈ സമരം എങ്ങനെയാണ് അവസാനിച്ചത്? 1922 ഫെബ്രുവരി 5-ന് ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ സമരക്കാർ പോലീസ് സ്റ്റേഷന് തീയിട്ടു. ഇതിൽ 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. സമരം അഹിംസയിൽ നിന്ന് വ്യതിചലിച്ചതുകൊണ്ട് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചു. സുഭാഷ് ചന്ദ്രബോസ് ഇതിനെ ദേശീയ ദുരന്തമെന്നാണ് വിശേഷിപ്പിച്ചത്. നിസ്സഹകരണ സമരം പിൻവലിച്ച ശേഷം കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായോ? ഉണ്ടായി. നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുന്നതിനോട് വിയോജിച്ച CR ദാസ്, മോത്തിലാൽ നെഹ്റു തുടങ്ങിയ നേതാക്കൾ 1923-ൽ സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. സൈമൺ കമ്മീഷനെപ്പറ്റി കേട്ടിട്ടുണ്ടല്ലോ, എന്താണത്? ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങളെപ്പറ്റി നിർദ്ദേശങ്ങൾ നൽകാൻ ബ്രിട്ടീഷ് സർക്കാർ 1928-ൽ നിയമിച്ച കമ്മീഷനാണ് സർ ജോൺ സൈമണിന്റെ നേതൃത്വത്തിലുള്ള സൈമൺ കമ്മീഷൻ.
കമ്മീഷനിലെ 7 അംഗങ്ങളും ബ്രിട്ടീഷുകാരായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികൾ കമ്മീഷനെ ബഹിഷ്കരിച്ചു. 1928 ഫെബ്രുവരി 3-ന് കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ രാജ്യമെങ്ങും ഹർത്താൽ ആചരിച്ചു. സൈമൺ തിരിച്ചുപോവുക എന്ന മുദ്രാവാക്യം മുഴങ്ങി. ലാഠിചാർജിൽ പരിക്കേറ്റ ലാലാ ലജ്പത് റായ് പിന്നീട് മരണപ്പെട്ടു. കർഷകരുടെ പ്രധാന സമരങ്ങൾ 1928-ലെ ബർദോളി കർഷക മുന്നേറ്റം പ്രധാനമാണ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ നികുതി വർധനവിനെതിരെയായിരുന്നു സമരം. കർഷകർ നികുതി അടയ്ക്കാൻ വിസമ്മതിച്ചു. അവസാനം സർക്കാർ നികുതി വർധനവ് പിൻവലിച്ചു. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ പ്രധാന സമ്മേളനമേതാണ്? 1929 ഡിസംബറിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ലാഹോർ സമ്മേളനം. അതിന്റെ പ്രാധാന്യമെന്താണ്? കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടു. പൂർണ്ണ സ്വരാജ് നേടാനായി ഒരു ബഹുജന സമരം ആരംഭിക്കാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തി. ത്രിവർണ പതാകയും സ്വീകരിച്ചു. ഈ തീരുമാനപ്രകാരം 1930 ജനുവരി 26 ഇന്ത്യയിലുടനീളം ആദ്യത്തെ സ്വാതന്ത്ര്യദിനമായി ആഘോഷിച്ചു. പൂർണ്ണ സ്വരാജനായുള്ള അടുത്ത സമരം എന്തായിരുന്നു? ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ടുള്ള നിയമലംഘന സമരം. ഉപ്പ് നിർമ്മാണം സർക്കാരിന്റെ കുത്തകയായിരുന്നു. സാധാരണ ജനങ്ങൾക്ക് അത്യാവശ്യമായ വസ്തുവായിരുന്ന ഉപ്പിന്മേലുള്ള നികുതി വർധനവിനെ ഗാന്ധിജി നിന്ദ്യമായ കുത്തക എന്ന് വിശേഷിപ്പിച്ചു. അതാണോ ദണ്ഡിയാത്ര? അതെ, ദണ്ഡിയാത്ര 1930. ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും 78 സന്നദ്ധ പ്രവർത്തകരും 24 ദിവസം പദയാത്ര നടത്തി. 1930 ഏപ്രിൽ 6-ന് ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പുണ്ടാക്കി ഗാന്ധിജി നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ചു. നിയമലംഘന സമരത്തിൽ ആരൊക്കെ പങ്കെടുത്തു? നിസ്സഹകരണ സമരത്തേക്കാൾ കൂടുതൽ ജനപങ്കാളിത്തം ഇതിനുണ്ടായിരുന്നു. കർഷകർ നികുതിയും പാട്ടവും കൊടുക്കാതെ സമരത്തിൽ പങ്കെടുത്തു. റെയിൽവേ, തുറമുഖം, ഖനി എന്നിവിടങ്ങളിലെ തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുത്തു. സ്ത്രീകൾ ഉപ്പുണ്ടാക്കുകയും വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ പിക്കറ്റ് ചെയ്യുകയും ചെയ്തു. ഈ സമരം പെട്ടെന്ന് നിർത്തിയോ? ഇല്ല. നിയമലംഘന സമരം ബ്രിട്ടീഷ് ഭരണകൂടത്തെ ചർച്ചയ്ക്ക് വിളിക്കാൻ നിർബന്ധിതരാക്കി. അതിനെ തുടർന്ന് നടന്ന ചർച്ചയാണ് വട്ടമേശ സമ്മേളനങ്ങൾ. 1931 മാർച്ച് 5-ന് ഗാന്ധിജിയും വൈസ്രോയി ഇർവിൻ പ്രഭുവും തമ്മിൽ ഗാന്ധി-ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചു. ഇതനുസരിച്ച് നിയമലംഘന സമരം നിർത്തിവെക്കുകയും ഗാന്ധിജി 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ ആ സമ്മേളനം നിഷ്ഫലമായി അവസാനിച്ചു.